അധ്യായം 11. പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ ചേകവരെയും എല്ലാ ഇസ്രയേലിനെയും അയച്ചു. അവർ അമ്മോന്യദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുനാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെപ്പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ത്ശേബ എന്ന് അറിഞ്ഞു. ദാവീദ് ദൂതന്മാരയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഹൃദുശുദ്ധി വന്നിരുന്നതുകൊണ്ട് അവൻ അവളോട് കൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു. താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ദാവീദിന് വർത്തമാനം അയച്ചു. അപ്പോൾ ദാവീദ് ഹിത്യനായ ഊരിയാവെ തന്റെ അടുക്കൽ അയപ്പാൻ യോവാബിന് കൽപ്പന അയച്ചു. ഊരിയാവ് തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോവാബിന്റെയും പടജനത്തിന്റെയും സുഖവർത്തമാനവും യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചു. പിന്നെ ദാവീദ് ഊരിയാവോട്, നീ വീട്ടിൽ ചെന്നു കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു. ഊരിയാവോ തന്റെ വീട്ടിൽ പോകാതെ യജമാനന്റെ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നുറങ്ങി. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ? നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രയേലും യഹൂദായും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനനായ യോവാബും യജമാനന്റെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയം ഇറങ്ങിക്കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ കടക്കുമോ? നിന്നാണ്, നിന്റെ ജീവനാണ്, അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ ഇന്നും ഇവിടെ താമസിക്ക, നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയാവ് അന്നും യെരൂശലേമിൽ താമസിച്ചു. പിറ്റന്നാൾ ദാവീദ് അവനെ വിളിച്ചു. അവൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ചു, പാനം ചെയ്തു. അവൻ അവനെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധ്യയ്ക്ക് ചെന്നു യജമാനന്റെ ഭൃത്യന്മാരോടുകൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് യോവാബിന് ഒരു എഴുത്തെഴുതി ഊരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ, പട കഠിനമായിരിക്കുന്നിടത്തു ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ടു പിന്മാറുവിൻ എന്ന് എഴുതിയിരുന്നു. അങ്ങനെ തന്നെ യോവാബ് ആ പട്ടണത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് ശൂരന്മാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഊരിയാവെ നിർത്തി. പട്ടണക്കാർ പുറപ്പെട്ടു യോവാബിനോട് പടവെട്ടിയപ്പോൾ ദാവീദിന്റെ ചേകവരായ പടജനത്തിൽ ചിലർ പട്ടുപോയി. ഹിത്യനായ ഊരിയാവും മരിച്ചു. പിന്നെ യോവാബ് ആ യുദ്ധവർത്തമാനമൊക്കെയും ദാവീദിനോട് അറിയിപ്പാൻ ആളയച്ചു. അവൻ ദൂതനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ യുദ്ധവർത്തമാനമൊക്കെയും രാജാവിനോട് പറഞ്ഞു തീരുമ്പോൾ രാജാവിന്റെ കോപം ജ്വലിച്ചു. നിങ്ങൾ പട്ടണത്തോട് ഇത്ര അടുത്തു ചെന്ന് പടവെട്ടിയത് എന്ത്? മതിലിന്മേലിൽ നിന്ന് അവർ എയ്യുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? യെരൂബേശത്തിന്റെ മകനായ അബീമേലെക്കിനെ കൊന്നത് ആർ? ഒരു സ്ത്രീ മതിലിന്മേൽ നിന്ന് തിരിക്കല്ലിൻ പിള്ള അവന്റെ മേൽ ഇട്ടതുകൊണ്ടല്ലയോ അവൻ തേബസിൽ വെച്ച് മരിച്ചത്? നിങ്ങൾ മതിലിനോട് ഇത്ര അടുത്തു ചെന്നത് എന്ത് എന്നിങ്ങനെ നിന്നോട് പറഞ്ഞാൽ, നിന്റെ ഭൃത്യൻ ഹിത്യനായ ഊരിയാവും മരിച്ചുപോയി എന്ന് പറക. ദൂതൻ ചെന്ന് യോവാബ് പറഞ്ഞയച്ച വർത്തമാനമൊക്കെയും ദാവീദിനെ അറിയിച്ചു. ദൂതൻ ദാവീദിനോട് പറഞ്ഞത് എന്തെന്നാൽ, ആ കൂട്ടർ പ്രാബല്യം പ്രാപിച്ചു വെളിമ്പ്രദേശത്ത് ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാതിൽക്കലോളം അവരെ പിന്തുടർന്നുപോയി. അപ്പോൾ വില്ലാളികൾ മതിലിന്മേൽ നിന്നും നിന്റെ ചേവകരെ എയ്തു. രാജാവിന്റെ ചേവകരിൽ ചിലർ പട്ടുപോയി. നിന്റെ ഭൃത്യൻ ഹിത്യനായ ഊരിയാവും മരിച്ചു. അതിന് ദാവീദ് ദൂതനോട്, ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത്. വാൾ അങ്ങുമിങ്ങും നാശം ചെയ്യും. പട്ടണത്തിന്റെ നേരെ ശക്തിയോടെ പൊരുതി അതിനെ നശിപ്പിച്ചു കളക എന്ന് നീ യോവാബിനോട് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തണം എന്ന് കൽപ്പിച്ചു. ഊരിയാവിന്റെ ഭാര്യ തന്റെ ഭർത്താവായ ഊരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെക്കുറിച്ച് വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവന്റെ ഭാര്യയായി. അവന് ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു.